നമസ്കാരം. പത്താംതരം തുല്യത മലയാളം. എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭൂമിക്കൊരു ചരമഗീതം, ONV കുറുപ്പ് എഴുതിയത്. അതിലെ പഠന പ്രവർത്തനങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ച് കമന്റുകളും ഇടണം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പാഠപുസ്തകത്തിന് പുറകിലുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതും എന്നാൽ പാഠഭാഗത്തു നിന്ന് വരുന്നതുമായ ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചോദ്യം 1. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇങ്ങനെയൊരു ചരമഗീതം എഴുതാൻ കവിയെ പ്രേരിപ്പിച്ചത് എന്താണ്? മരണത്തിന്റെ കറുത്ത വിഷപുഷ്പം ഭൂമിയെ പിടികൂടുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഭൂമിയാകുന്ന അമ്മയ്ക്കു വേണ്ടി ഉദകം പകർന്ന് വിലപിക്കാൻ താൻ ഉൾപ്പെടെ ആരും തന്നെ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അതിനാലാണ് കവി ഭൂമിയുടെ മരണത്തിന് മുമ്പേ ചരമഗീതം എഴുതുന്നത്. അടുത്തത് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യമാണ്. വസുധ എന്ന പദത്തിന് സമാനമായ പദമേത്? ഇവിടെ 4 ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണമായിരിക്കും ശരിയായിട്ടുള്ളത്. അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഈ മാതൃകയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. A. സാഗരം, B. കാനനം, C. ഭൂമി, D. മേഘം. ഇതിൽ ശരിയുത്തരം ഭൂമി എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2 ചോദ്യങ്ങൾ, അതും വൺ വേർഡ് ചോദ്യങ്ങളാണ്. കദളീവന ഹൃദയനീടത്തിലൊരു കിളിമുട്ട അടവച്ച് കവിതയായി നീ വിരിയിപ്പതും. ഇവിടെ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക. നീടം എന്ന വാക്കാണ് അടിവരയിട്ടിരിക്കുന്നത്. ഉത്തരം കിളിക്കൂട്. അടുത്തത് ജലകണിക പോലവേ തരളമൻ വാഴ്വിനൊരു. ഇവിടെ അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ജലകണിക, ജലത്തിന്റെ കണിക. അടുത്ത ചോദ്യം നോക്കാം. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയെത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു. കവിതയിലെ 4 വരികളാണ്. കവി ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഗ്രീക്ക് പുരാണത്തിലെ ഒരു രാജാവാണ് ഈഡിപ്പസ്. അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായ രാജാവായിരുന്നു എങ്കിലും സ്വന്തം മാതാവിനെ തന്റെ അമ്മയാണെന്നറിയാതെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഈ സംഭവം അറിയാതെ സംഭവിച്ച ഒരു പിഴവാണ്. എന്നാൽ ഇന്ന് മനുഷ്യർ സ്വന്തം അമ്മയായ ഭൂമിയുടെ വസ്ത്രം അറിഞ്ഞുകൊണ്ട് ഉരിയുന്നു. അവ വിറ്റ് പണമുണ്ടാക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ, വനങ്ങൾ ഉൾപ്പെടെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നതാണ് കവി അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യൻ പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: പരിസ്ഥിതിയുടെ നാശം ഭൂമിയുടെ മരണത്തിന് കാരണമാകുമെന്ന് കവി പറയുന്നു. പ്രകൃതിയുടെ നിലനിൽപ്പാണ് ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. എന്നാൽ മനുഷ്യനാകട്ടെ പ്രകൃതിയെ അവന്റെ സ്വാർത്ഥ ലാഭത്തിനായി ചൂഷണം ചെയ്യുന്നു. പ്രകൃതി കനിഞ്ഞു നൽകിയ വനമേഖല വെട്ടിത്തെളിച്ച് പണമുണ്ടാക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി ഭൂമാതാവിന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് വിപണിയിൽ വിൽക്കുന്നതിന് തുല്യമാണ്.
മനുഷ്യന്റെ പരിസ്ഥിതി ചൂഷണം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നു. സൂര്യൻ തന്റെ രോഷം ഉഗ്രതാപമായി നമുക്ക് നൽകുന്നു. മഴ യഥാസമയം പെയ്യുന്നില്ല. ആതിരക്കാലത്ത് തണുപ്പില്ലാതായിരിക്കുന്നു. പൂക്കളാൽ സമൃദ്ധമായ ആവണി മാസത്തിൽ ഒരു പൂവ് പോലും കാണുന്നില്ല. പുഴകളിൽ വെള്ളത്തിന്റെ ഒഴുക്കില്ലാതായി വറ്റി വരണ്ടു കിടക്കുന്നു. അങ്ങനെ ഭൂമിയുടെ എല്ലാ സൃഷ്ടിസ്ഥിതി താളങ്ങളെല്ലാം മാറിയിരിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനാവാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണക്കാർ മറ്റാരുമല്ല, നമ്മൾ മനുഷ്യർ തന്നെയാണ് എന്നാണ് കവി അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം. എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. കവിയിൽ നിറയുന്ന ഭൂസ്മൃതികൾ എന്തെല്ലാം? വിവരിക്കുക. ഉത്തരം. കവി ഭൂമിയെ അമ്മയായി കാണുന്നു. മനസ്സിലാകട്ടെ ഭൂമാതാവിനെ കുറിച്ചുള്ള ഓർമ്മകളും. ഭൂമിയാകുന്ന അമ്മ തന്റെ മക്കളായ ഉണ്ണികളെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാട്ട് പാടുന്നു, കാവുകളിൽ ഊഞ്ഞാലിടുന്നു. ഇവിടെയെല്ലാം ഒരമ്മയുടെ വാത്സല്യ ഭാവങ്ങളാണ് കാണുന്നത്. ആലിലകളിലിരുന്ന് തുള്ളിക്കളിക്കുന്നു, അമ്പലപ്രാവായി കുറുകുന്നു. പുഴകളിലെ ഓളങ്ങളായി കവിയുടെ ആത്മഹർഷങ്ങൾക്ക് താളം പിടിക്കുന്നു. പൂവാകയായും ഇലഞ്ഞിയായും കണിക്കൊന്നയായും പ്രകൃതിയുടെ വർണ്ണങ്ങൾ മാറ്റുന്നു. കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുകയും കുയിലിന്റെ മനോഹരമായ കൂകലായി പേടി മാറ്റുകയും ചെയ്യുന്നു. തന്റെ മനസ്സിനുള്ളിൽ കളമെഴുതാനായി 100 തരത്തിലുള്ള വർണ്ണങ്ങൾ ഒരുക്കി വെക്കുകയും സന്ധ്യാസമയത്തെ സ്വർണ്ണനിറമാക്കുകയും ഒടുവിൽ സന്ധ്യയെ എടുത്ത് കാട്ടിൽ മറയുകയും പിന്നീട് ഉഷസ്സിനെ തോളിലേറ്റി മടങ്ങി വരികയും ചെയ്യുന്നു. കവിയുടെ മനസ്സിൽ കിളിമുട്ട അടവച്ച് കവിതയായി വിരിയിക്കുകയും ജലകണിക പോലുള്ള തന്റെ ജീവന് താമര ഇതൾ പോലെ താങ്ങായി നിൽക്കുന്നതും ഭൂമാതാവാണെന്ന് കവി പറയുന്നു. പ്രകൃതി കവിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് കാണാം. അടുത്ത ചോദ്യം. കവിതയിലെ കുറച്ച് വരികളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നീയാകും അമൃതവും മൃതിയുടെ ബലിക്കാക്ക കൊത്തി മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി, അവിടെ ഒരു അക്ഷരത്തെറ്റുണ്ട്, ക്ഷമിക്കുക, ഭ്ര ആണ് കേട്ടോ, ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിന്റെ മാറാപ്പുമായി സന്താന പാപത്തിൻ വിഴുപ്പുമായി പാതിയും ഒഴിഞ്ഞൊരു മനസ്സിലതി തീവ്രമാം വേദനകൾ തൻജ്വാല മാത്രമായി പോകുമീ പോക്കിൽ സിരകളിലൂടരിച്ചേറുകയല്ലീ കരാള മൃത്യു. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ നമുക്കൊരു വാക്കുകൾ കൊണ്ടുള്ള ചിത്രം കാണാൻ സാധിക്കും. ആ വരികളിലൂടെ ഭൂമിയുടെ ആ ഒരു വേദന നിറഞ്ഞ ചിത്രം. ഈ വാഗ്മയ ചിത്രത്തിൽ ഭൂമിയെ സംബന്ധിച്ച എന്തെല്ലാം ആശങ്കകളാണുള്ളത്? വിശദമാക്കുക. ഇതാണ് ചോദ്യം. പ്രകൃതിയെ അമ്മയെന്ന് സങ്കല്പിച്ച് ചരമഗീതത്തിന്റെ രൂപത്തിൽ മനുഷ്യവർഗത്തിന്റെ പരമവിനാശത്തിന്റെ ചിത്രം വരച്ചു കാട്ടുന്ന ഒരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. പ്രസ്തുത വരികൾ നമ്മുടെ മുമ്പിൽ ഒരു വാഗ്മയ ചിത്രം സൃഷ്ടിക്കുന്നു. മക്കളുടെ ക്രൂരതയാൽ ഭ്രഷ്ടയായ അമ്മയുടെ ചിത്രമാണത്. മുട്ടയടിച്ച ശിരസും തോളിൽ മാനഭംഗത്തിന്റെ മാറാപ്പും മക്കളുടെ പാപത്തിന്റെ വിഴുപ്പുമായി മനസ്സിൽ തീവ്രമായ വേദനയോടെ പതുക്കെ നടക്കുന്ന അമ്മയുടെ ചിത്രം. അമ്മയെ ഈ അവസ്ഥയിലാക്കിയത്
മനുഷ്യരായ മക്കളാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന മക്കൾ അമ്മയുടെ മാറിടം മാന്തി പൊളിച്ച് ചോര കുടിച്ച് ആടിത്തിമർക്കുന്ന ചിത്രമാണ് കവി നമുക്ക് കാണിച്ചു തരുന്നത്. മക്കളാൽ അപമാനിക്കപ്പെട്ട അമ്മയാണ് ഭൂമി. അണുവായുധ ശേഖരവും പേറി സൗരമണ്ഡല പെരുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഭൂമിക്ക് മരണം സംഭവിക്കാം. കവിയോടൊപ്പം സർവ ജീവജാലങ്ങളും അതോടെ ഇല്ലാതെയാകും. ഇതാ അടുത്ത ചോദ്യം. ഈ ഭൂമിയോട്, അതിലെ ജീവിതമെന്ന മഹാപ്രഭാവത്തോട്, അതിന്റെ ലാവണ്യസാരമായ കവിതയോട് കവിക്കുള്ള അതിശക്തമായ മമതയാണ് കവിതയുടെ അടിസ്ഥാന ഭാവം. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി ഒരു ഉപന്യാസം തയ്യാറാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ളതുമാണ്. ശ്രദ്ധയോടെ പഠിക്കുക. പരിസ്ഥിതിയെ വിഷയമാക്കി ONV കുറുപ്പ് എഴുതിയ കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. ഭൂമിയെ അമ്മയായി കാണുന്ന കവി ഭൂമിയെ അതിരറ്റ് സ്നേഹിക്കുന്നു. പ്രകൃതിയും അതിലെ ഏതു തരത്തിലുള്ള സൗന്ദര്യവും കവിയെ ആകർഷിക്കുന്നുണ്ട്. കദളീവന ഹൃദയനീടത്തിൽ കിളിമുട്ട അടവച്ച് കവിത വിരിയിക്കുകയാണ് താനെന്ന് കവി പറയുന്നുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യമാണ് തന്റെ കവിതയ്ക്ക് അടിസ്ഥാനം എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. താൻ സ്നേഹിക്കുന്ന, ജീവിക്കുന്ന ഭൂമി ആസന്ന മരണയായിരിക്കുന്നു എന്ന് കവി വ്യാകുലപ്പെടുന്നു. അതിന് കാരണക്കാർ താൻ ഉൾപ്പെടുന്ന മനുഷ്യവർഗമാണെന്നത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു. പ്രകൃതിയുടെ വരദാനമായ കാടുകളും മേടുകളും മനുഷ്യൻ സ്വാർത്ഥ ലാഭത്തിനായി വെട്ടി നശിപ്പിക്കുന്നു. പണത്തിനു വേണ്ടി ഭൂമാതാവിനെ നഗ്നയാക്കുന്നു എന്ന് കവി പറയുന്നു. ഇക്കാരണങ്ങളാൽ ചൂട് വർദ്ധിക്കുന്നു, മഴ കുറയുന്നു, പുഴകൾ വറ്റുവരളുന്നു. അങ്ങനെ പ്രകൃതിയുടെ സർഗലയ താളങ്ങളെല്ലാം തെറ്റുന്നുവെന്ന് അദ്ദേഹം വ്യാകുലപ്പെടുന്നു. നിന്നിൽ നിന്നും ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത എന്റെ ഉള്ളിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണുള്ളതെന്നും തന്റെ നാവിൽ വയമ്പും നറും തേനുമായി വന്ന ആദ്യാനുഭൂതിയും മരണസമയത്ത് തീർത്ഥകണമായെത്തിയ അന്ത്യാനുഭൂതിയായും കവി ഭൂമിയെ ഓർക്കുന്നു. ഭൂമിയുടെ മരണം കവി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദുരന്ത വിമുക്തിയുടെ തീരത്തെത്താൻ സേതുബന്ധനം തീർക്കുന്ന മനുഷ്യരോടൊപ്പം നിന്ന് അണ്ണാൻ കുഞ്ഞിനും തന്നാലായതുപോലെ തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് കവിതയിലൂടെ അനുഷ്ഠിച്ച് വരപ്രസാദം നേടാനാണ് കവി ശ്രമിക്കുന്നത്. ഭൂമിയെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ നിർത്തൽ ചെയ്ത് ഭൂമിയെ നാശത്തിൽ നിന്നും സംരക്ഷിക്കണമെന്നും കവി ഈ കവിതയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നു. അടുത്തത് വൺ വേർഡ് മാതൃകയിലുള്ള 2 ചോദ്യങ്ങളാണ്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതിയാൽ മതിയാകും. വിശുദ്ധ ജലം, ഈ വാക്ക് വിഗ്രഹിച്ചെഴുതുക. വിശുദ്ധമായ ജലം എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. ഇവിടെ പറയുന്ന ആ യവന തരുണൻ ആരാണ്? ഉത്തരം നമുക്കറിയാമല്ലേ, ഗ്രീക്ക് രാജാവായിരുന്ന ഈഡിപ്പസ്. അടുത്തത് മറ്റൊരു വൺ വേർഡ് ചോദ്യം. കവിതയിലെ ചില വരികൾ തന്നിരിക്കുന്നു. ബോധമാം നറുനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി
നിന്നുയരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം. കവിയുടെ ഓർമ്മകൾ ആരെക്കുറിച്ചാണ്? എപ്പോഴും കവിയുടെ മനസ്സിലുള്ള ആ ഓർമ്മകൾ ഭൂമിയെ കുറിച്ചാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ പാഠത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രവേശക പാഠം നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കുറ്റിപ്പുറം പാലത്തിലെ 4 വരികൾ. അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഭാരതപ്പുഴയ്ക്ക് മുകളിൽ പാലം ഉയർന്നപ്പോൾ കവിക്കുണ്ടായ ആശങ്കയാണ് കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ആശങ്കകൾക്ക് പ്രസക്തിയുണ്ടോ? നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുക. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് കുറ്റിപ്പുറം പാലം. ഭാരതപ്പുഴയിൽ കുറ്റിപ്പുറം പാലം നിർമ്മിക്കുന്നതിന് മുൻപും അതിനുശേഷവും പുഴയ്ക്ക് വന്നു ചേർന്നതും വരാനിരിക്കുന്നതുമായ മാറ്റങ്ങളാണ് കവിതയുടെ പ്രമേയം. ഭാരതപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ കവിത ഒരു പ്രവാചകന്റെ വചനങ്ങളായിരുന്നു എന്നതിന് സംശയമില്ല. പാലം വന്നതോടുകൂടി ഗ്രാമീണ തനിമ നഷ്ടപ്പെടുമെന്ന് കവി ഭയപ്പെടുന്നു. ഭാരതപ്പുഴ ഇന്ന് മണലുവാരി മായല്ല കേട്ടോ, വാരി എന്നാണ്, മണലുവാരി വരണ്ട് പുല്ലുകേറി വളർന്ന് ഒരു അഴുക്കുചാലായി മാറിയിരിക്കുന്നു. ഒരു മരുപ്പരപ്പിന്റെ പ്രതീതിയാണ് പുഴ നമ്മളിൽ ഉണ്ടാക്കുന്നത്. കവി പുരോഗതിയെ തള്ളിപ്പറയുകയല്ല. മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിലും അതിൽ വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടേക്കുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് ഈ കവിതാഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ളത്. ഏകദേശം എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.